ബംഗാൾ ബി.ജെ.പി പിടിച്ചെങ്കിലും അങ്ങനെയങ്ങ് തോറ്റുകൊടുക്കാൻ തയ്യാറല്ല മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ തോറ്റത് കൗണ്ടിംഗ് സെന്ററുകൾ ഹൈജാക്ക് ചെയ്താണെന്നും അതിനാൽ രാജിവെക്കില്ലെന്നും മമത ഉറച്ച നിലപാടെടുക്കുകയാണ്. 100ലേറെ സീറ്റുകളിൽ കൗണ്ടിംഗ് സെന്ററുകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടതായും CRPF കേന്ദ്രത്തിന്റെ ഗുണ്ടാ സംഘമായി പ്രവർത്തിച്ചതായും മമതാ ബാനർജി ആരോപിക്കുന്നു. തന്നെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ലോക്ഭവനിലേക്ക് പോകില്ല എന്ന നിലപാടാണ് മമത. കടുത്ത പ്രതിഷേധം തുടരുമെന്നും തന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം ഉടൻ തീരുമാനിക്കുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കുന്നു. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, ബംഗാൾ രാഷ്ട്രീയം വീണ്ടും ഇതാ കലങ്ങി മറിഞ്ഞുകൊണ്ട് BJP-യിലേക്ക് എത്തുമ്പോൾ പക്ഷേ മമതാ ബാനർജി പ്രിയപ്പെട്ട ബംഗാളിന്റെ ദീദി അങ്ങനെ തോറ്റുകൊടുക്കുന്നില്ല എന്നതാണ്. താൻ രാജിവെക്കില്ലെന്ന് പറയുന്നു, ലോക്ഭവനിലേക്ക് പോകില്ല എന്ന് പറയുന്നു. ഈ കൗണ്ടിംഗ് സെന്ററുകളൊക്കെ ഹൈജാക്ക് ചെയ്തു എന്നുകൂടി ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബംഗാളിൽ നിന്ന്? വിനീത, കടുത്ത നിലപാടിലേക്കാണ് ഇപ്പോൾ മമതാ ബാനർജി പോയിരിക്കുന്നത്. മമതാ ബാനർജി താൻ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. തോൽവിക്ക് ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ നിലപാട് പറയുകയായിരുന്നു. ഒരിക്കലും താൻ പരാജയപ്പെട്ടിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിലെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോഴും അത് വിശ്വസിക്കുന്നില്ല എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത്. ഭൂരിഭാഗം ആളുകളും തൃണമൂൽ കോൺഗ്രസിനൊപ്പം തനിക്കൊപ്പമാണ് നിന്നത്. കഴിഞ്ഞ 15 വർഷക്കാലത്തെ ക്ഷേമപ്രവർത്തനങ്ങളും ഒപ്പം തന്നെ തങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള സർക്കാരിനെ അങ്ങനെയൊന്നും മാറ്റിയൊടിക്കാൻ തയ്യാറായതല്ല. പക്ഷേ ഇതിനകത്ത് വലിയ രീതിയിലുള്ള വോട്ട് ചോര് നടന്നതുകൊണ്ടാണ് ഇത്ര അട്ടിമറി വിജയം അവിടെ ഉണ്ടായതെന്നാണ് വ്യക്തമാക്കുന്നത്. CRPF കേന്ദ്രത്തിന്റെ അടക്കം ഗുണ്ടാ സംഘമായി പ്രവർത്തിച്ചു. തന്നെയും പലതവണ മർദ്ദിക്കാൻ ശ്രമിച്ചു, അപമാനിക്കാൻ ശ്രമിച്ചു. വോട്ട് ചോരി നടത്തൽ നടന്നു. SIR-ലൂടെ 90 ലക്ഷത്തിലധികം വോട്ടർമാരെ ഇല്ലാതാക്കിയ നടപടിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ തനിക്കും തന്റെ വീടിനും നേരെയുള്ള ആക്രമണം അത് അഴിച്ചുവിടാൻ BJP സംഘത്തെ നിയോഗിച്ചു. അത് കൃത്യമായി നടപ്പിലാക്കി. അങ്ങനെയാണ് ഇത്ര വലിയ ഭൂരിപക്ഷം അവിടെ BJP-ക്ക് നേടാൻ കഴിഞ്ഞത്. അല്ലാതെ ഒരു സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും അവിടെ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ട ഒരു സർക്കാർ അടുത്ത സർക്കാരിന് അധികാരം കൈമാറേണ്ടതുണ്ട്. രാജിവെച്ച് ഒഴിഞ്ഞു മാറുക എന്നതാണ്. ലോക്ഭവനിലെത്തിയ ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുകയോ അല്ലെങ്കിൽ അത് അയക്കുകയോ ചെയ്യണം. അതിനുശേഷം കാവൽ മുഖ്യമന്ത്രിയായി തുടരാനുള്ള നിർദ്ദേശമായിരിക്കും ഗവർണർ നൽകുക. പക്ഷേ ആ നിയമ നടപടികളിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തും ചെയ്തോട്ടെ, അത് തനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട് രാജിക്കത്ത് സമർപ്പിക്കില്ലെന്നും അധികാരത്തിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്കാണ് മമത. തോൽവി സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ തോൽവി സമ്മതിച്ചുകൊണ്ട് രാജിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കേരളത്തിലും രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ മമതാ ബാനർജി അങ്ങനെ BJP-ക്ക് മുന്നിൽ മുട്ടുകുത്തില്ല. ഹൈജാക്ക് ചെയ്താണ്, കൗണ്ടിംഗ് സെന്ററുകൾ ഹൈജാക്ക് ചെയ്താണ് ജയിച്ചതെന്നാണ് മമത ആരോപണം ഉന്നയിക്കുന്നത്. നമ്മൾ കണ്ടതാണ് മമത തോറ്റ മണ്ഡലത്തിൽ അവസാന മണിക്കൂറുകളിലും അവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിലൊക്കെ എത്തി അവിടെ ഉദ്യോഗസ്ഥരുമായൊക്കെ തർക്കിക്കുന്ന മമതയെ നമ്മൾ കാണുകയും ചെയ്തു. ഏതായാലും ബംഗാൾ രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേർക്കുനേർ BJP-യുമായി നേരിടുന്ന മമതാ ബാനർജി തൃണമൂൽ തോറ്റിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.